എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടിരിക്കും. ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതൊരു പാട്ട് കേട്ടത് സിനിമയുടെ പേര് ഓർമ്മയില്ല. നമ്മൾ ഇതെന്തോന്ന് മോശമായിരിക്കും പാട്ട്, ഒട്ടും ശരിയായില്ല എന്നൊക്കെ മറുപടി. എടാ നീ ഇപ്പോഴും ആ 75-80 വൈകാതെ മാഷ പാട്ട് കിടക്കുക. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം ഇറങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവൻ കണ്ട് പൊടിയടാ എന്ന് എന്നെ വഴക്കും. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാം തുടിക്കുന്ന യുവനോ ആ യൂത്തിൻ്റെ. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ തന്നെ ഇവരൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ലേ പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഇവരാരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തെ എല്ലാ വിജയങ്ങളും ആശംസിക്കാൻ ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കുക. അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട്. വിനായകൻ അദ്ദേഹത്തെ ചോട്ടാ മുംബൈയിൽ എനിക്ക് അൻവർ റഷീദ് സംസാരിക്കണം അത് വേണ്ടല്ലേ. അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. സൂപ്പർ.